എടാ തീരുമ്പോൾ പണിയേരാൻ ഞാനെന്താ കുപ്പിന്ന് പറഞ്ഞ പൂരോ. ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഫിഷിംഗ് വീഡിയോ ആണ്. ഒരു വെറൈറ്റി വീഡിയോ തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് തന്നത്. എന്തായാലും ബാക്കി കണ്ടിട്ട് പറയുക. മനു വെക്കേക്ക് മറ്റേ അനുഗ്രഹിച്ചു വിട്ടെ, രക്ഷപ്പെട്ടു വാ അല്ലേ, കൊമ്പനെ പിടിച്ചിട്ട് വാ. അവിടെ വേണ്ട ഇങ്ങനത്തെയൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടത്. അനുഗ്രഹിച്ച് വിടണം കൊമ്പന്മാരെ പിടിക്കാൻ. നമ്മുടെ അരയുടെ അത്രയും വെള്ളത്തിൽ കടലിൽ ഇറങ്ങി നിന്നിട്ടാണ് ഇവർ വല വീശണത്. അതൊരു വല്ലാത്തൊരു പണി തന്നെയാണ്. ഇത് നമുക്ക് കാണുമ്പോൾ ഈസി ആയിട്ട് തോന്നും, പക്ഷേ അത് ചെയ്യണവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ. കാരണം പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് കണ്ടോട്ടാ. അപ്പോൾ നമ്മുടെ അനുഗ്രഹം ഏറ്റിട്ടുണ്ട് കേട്ടോ. അത് ഇടത്തേക്ക് വെച്ചാണ്, ഇടത്തെ കയ്യനായത് കാരണം. ഇത് ഫസ്റ്റ് വീശലിൽ തന്നെ സാധനം കയറിയിട്ടുണ്ട്. പിന്നെ സുമേഷ് ഏട്ടൻ വരുമ്പോൾ എന്താണ് അവസ്ഥ ഉണ്ടല്ലോ? എന്താ അവിടെയും കിട്ടിയിട്ടുണ്ട്. അല്ല അനുഗ്രഹിച്ചതിന്റെ ഗുണം കണ്ടോ? വീഡിയോ ഇല്ല, അല്ലെങ്കിൽ തകർത്താനല്ലേ. ഇതെടുക്കണത് എന്താണ്? ചക്കറിനെ പോലെ സാധനം തള്ളിച്ചിമീനല്ലേ? അനുഗ്രഹിച്ചതിന്റെ ഗുണം കണ്ട. അല്ല താൻ കോപ്പ തന്റെ കോപ്പിൽ അനുഗ്രഹം കാരണല്ലേ കിട്ടി. വാരിയിട്ടോളാനല്ലേ? പറയൂ, അനുഗ്രഹത്തിനെ കുറിച്ച് പറയൂ. ഇതിപ്പോ വാരിയിട്ട് ഇതൊക്കെ എന്റെ അവസ്ഥ. വീടെടുക്കാന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഇതൊക്കെ വാരി ഇടിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അവസ്ഥ. മീൻ കിട്ടണപ്പോൾ ആദ്യമൊക്കെ സന്തോഷം വരുന്നുണ്ട്. ഇപ്പോഴും സന്തോഷത്തിന് കുറവില്ല. പക്ഷേ ഇത് വാരിയിടണം മുഴുവൻ ഞാനാണ് വെച്ചാനേ. അതായത് വീഡിയോ എടുക്കാനുള്ള ഗ്യാപ്പ് കിട്ടണം. ഇവർ ഒരെണ്ണം മാറുമ്പോൾ അടുത്ത ആൾ വലയും കൊണ്ട് തന്നെയാണ്. മീനോട് മീൻ. ലാസ്റ്റ് ഞാൻ അവിടെ ഇരുന്ന് വാരേണ്ട ഒരു ഗതികേട്ടിലേക്ക് എത്തി. അതായത് നമ്മുടെ വീഡിയോ എടുക്കൽ നടക്കില്ല, നിങ്ങളെ കാണിക്കാനുള്ള വീഡിയോ എടുക്കൽ നടക്കില്ല. പക്ഷേ മീൻ വാരിയിട്ടുണ്ടല്ലോ. കുറച്ച് കഴിഞ്ഞിട്ട് വന്ന അവസ്ഥ കണ്ടോട്ടെ. അതായത് മൊത്തം കക്കയും ചെമ്മീനും കൂടി മിക്സ് ആയിട്ട് തന്നെ. അപ്പോൾ ഈ കക്കയിലാണ്ടാണെങ്കിൽ പിന്നെയും വാരിയിടാൻ പോരുന്നത്. അതൊക്കെ പുറകെ വന്നിട്ട് നിങ്ങൾ കണ്ടോ. ഇത് അതിന് മുന്നേ ഉള്ളൊരു കാഴ്ചയാണ്. ഇത് തന്നെ വാരിയിട്ട് ഒരു പാവത്തിലെത്തി. ഞാൻ പിന്നെ ലാസ്റ്റ് അവിടെ ഇരുന്ന് കെട്ടെന്ന് വാരിയിട്ടെന്നൊക്കെ പറയില്ല, ആ ഒരു ഗതി അല്ലെങ്കിൽ ആ അവസ്ഥയായിരുന്നു ലാസ്റ്റ്. കണ്ടോട്ടെ, അതൊക്കെ പുറകെ വരണ്ട്. അപ്പോൾ വല വീശുകാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അനുഗ്രഹം വേണ്ടവർ വിളിക്കുക. ഒരു അനുഗ്രഹത്തിന് ഒരു ചെറിയ ചാർജൊക്കെ വരും അല്ലേ? അനുഗ്രഹം കൊണ്ട് മൂഞ്ചിരിക്കണത് കണ്ടല്ലോ അല്ലേ? അല്ല അതിൻ്റെ കൂടി എന്റെ പണി വീഡിയോ പിന്നെടുത്തോന്ന് പറയണത്. അത് നിങ്ങളുടെ ടൈമിങ്ങിനെന്നല്ലേ ഞാൻ പറഞ്ഞില്ല. അനുഗ്രഹിച്ചതിൻ്റെ നിങ്ങൾ അതിനിടയിൽ അനുഗ്രഹത്തിന് വലിയില്ലാണ്ടാക്കല്ലോ കേട്ടോ. അടുത്ത റൗണ്ട് എത്തിയിട്ടുണ്ടതേ. നോക്കി ഇതിന്റെ ദൈവമേ ഞാൻ പറക്കേണ്ട വരുമോ? എനിക്കെന്താണ് സംശയം. ഇത് നോക്കിയേ, മാലപ്പടക്കം പോലെ അടക്കം നോക്കി. അത് പൊളിച്ച് എന്താ വീഡിയോ എടുക്കാൻ വന്നതിന്റെ അവസ്ഥ ഉണ്ടല്ലോ. നമ്മളായിട്ട് പ്രശ്നം കൊണ്ടുപോകും. ഒന്നും നോക്കണ്ട, ചാമ്പിക്കോ. എന്താണ് ചെമ്മീൻ ചാട്ടം എന്റെ പൊന്നു നിശ്ചയില്ല. അത് ശരിയാണ്, ഇച്ചിരി റെസ്റ്റ് എടുക്കട്ടെ. ഒരു ഹിന്ദിക്കാരന് റെസ്റ്റ് ചെയ്യാൻ നല്ലതാണ്. വീഡിയോ എടുക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുത്ത് ഇപ്പം ഞാനാണ്. ഇതിപ്പോൾ ഇറക്കിയിടണമായിരുന്നു അല്ലേ വീഡിയോ എടുക്കാണ്ട്. അല്ല നല്ല കാര്യം കേട്ടോ. നമുക്ക് മീൻ കിട്ടുന്ന വീഡിയോ കിട്ടിയാലല്ലേ നമുക്ക് കാണികൾക്ക് സന്തോഷമുള്ളൂ.
ഇവർക്കും സന്തോഷമുള്ളൂ, എനിക്കും സന്തോഷമുള്ളൂ. ആ എന്താ ഒന്നുകൂടി പറഞ്ഞേ? നീ പിന്നെ മേലില് ഹിന്ദിക്കാരനെ കൊണ്ട് പോലും ഇങ്ങനത്തെ പണി എടുപ്പിക്കരുത്. എന്ത് പണിയാണ് നിനക്ക്? വല്ല വൈരാഗ്യം ഉണ്ട് എന്നോട്? കൊല്ലിക്കാത്തിട കണ്ട അവൻ അപ്പോഴും അതൊന്നും മൈൻഡ് ചെയ്യണല്ല. ഇറക്കി കൊല്ലിക്കാത്തിടാന്ന് പറഞ്ഞു അല്ലേ ഇല്ല മനു? കഷ്ടപ്പാടല്ലേ വെള്ളത്തിൽ. അതെ അതെ അതെ. ഈ ഒരു വിഷ്വൽ കണ്ടാൽ നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം മനസ്സിലാവും കേട്ടോ. വല വീശാൻ പോണവർക്കൊക്കെ അറിയായിരിക്കും, അല്ലാത്തവരോട് പറയണത് അരയുടെ അത്രയും വെള്ളത്തിൽ നിന്നിട്ട് നോക്കിക്കോട്ടെ, കൈ പിടിച്ചാണ് ശൈലി കണ്ട, എന്നിട്ട് എങ്ങനെ കറക്കിറിയോ നോക്കി അത്രയും പൊക്കി പിടിച്ചിട്ട് കണ്ട. അവർക്കൊക്കെ അതൊരു നാക്കായി എന്നാലും, അല്ലെങ്കിൽ ഒരു പ്രാക്ടീസായി. നമുക്ക് കാണുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എങ്ങനെ എറിയുമെന്ന്. അവൻ എന്നിട്ടത് മീനും കൊണ്ട് എണ്ണിട്ടാ എനിക്കുള്ള പണിയായിട്ടും വന്നിട്ടുണ്ട്. വാ എന്താണ് സാധനം? കൊഞ്ചി. കൊഞ്ചാ? അമ്പോ പൊളിച്ച സാധനം. ഒന്ന് കാണിച്ചേ, കാണിച്ചേട്ടം. നീലക്കാലം. ഓക്കെ, അടിപൊളി. ഐശ്വര്യമുണ്ട്, ഐശ്വര്യം. ആ കിടന്നു, ഐശ്വര്യമുണ്ട്, ഐശ്വര്യം കിടന്നു. നമ്മുടെ ഈ പോണ സുമേഷ് ചേട്ടൻ്റെ ഒരു കിടിലിനൊരു ഡയലോഗ് ഉണ്ടായിരുന്നത്, പക്ഷെ ലൈവ് വീഡിയോ എടുത്ത് വെച്ചെങ്കിൽ രസമായിരുന്നു. പുള്ളി ഒരു ചിരി അങ്ങോട്ട് ചിരിച്ചു എൻ്റെ മുഖത്ത് നോക്കി. അത് ചിരിക്കാൻ കാരണം എന്താണെന്ന് അറിയും, ഞാൻ അവിടെ ഇരുന്ന് മീൻ വാരിയിട്ട് ഇരിക്കും മതിയായി. കുറേ ചെമ്മീൻ്റെ കൊത്തും കൊണ്ട് മീനിൻ്റെ കൊത്തുകൊണ്ട് ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ്, ഞാൻ വിചാരിച്ച ചേട്ടാ ഒരു 1:30-2 മണിയൊക്കെ ആകുമ്പോൾ എനിക്ക് നല്ലൊരു ഉറക്കം വരും, പണിയാവുമെന്ന് വിചാരിച്ചതെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഒരു ഒറ്റ ചിരിയായിരുന്നു. എന്നിട്ട് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞേ, ഒരു 2 റൗണ്ട് ചിരി കഴിഞ്ഞ്. എന്നിട്ട് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞേ, അതിന് നിനക്ക് കണ്ണ് ചിമ്മാനുള്ള ഗ്യാപ്പ് കിട്ടിയാലോ നിനക്ക് ഉറക്കാൻ വരുള്ളൂ, മീൻ വാരിയിട്ടോന്ന്. എന്നിട്ട് പുള്ളി വീണ്ടും ഈ പറഞ്ഞ 2 റൗണ്ട് ചിരിയാണ്. എൻ്റെ പൊന്നാ ചിരി ഒന്ന് കാണേണ്ട കാഴ്ചയായിരുന്നു അവിടെ നിന്ന്. ഇതേ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഉറക്കം പോയിട്ടതല്ല. പക്ഷേ എന്താണ്, എനിക്ക് ഒരു രാത്രി ഒരു 1:30-2 മണി, വെളുപ്പിന് 1:30-2 മണി കഴിഞ്ഞാൽ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. പക്ഷേ രസമായിരുന്നു കേട്ടോ ഇവരായിട്ടുള്ള കമ്പനി അടിച്ചിട്ടുള്ള. ഇതിന് മുന്നേ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ നൈറ്റ് ഫുള്ളായിട്ട് നിന്നിട്ടില്ല, അങ്ങനെ നിൽക്കാറില്ല. കാരണം എനിക്ക് പിറ്റേ ദിവസം വർക്കൊക്കെ ഉണ്ടെങ്കിൽ പണിയാൻ പോകില്ല. അപ്പം പിന്നെ അതേ നമ്മൾ വല വീശിക്കൊണ്ടിരിക്കുമ്പോൾ കാണികളൊക്കെ ഉണ്ട് കേട്ടോ, വെറുതെ ഒന്നുമില്ല. ഇത് കണ്ടാ ഇരിക്കണണ്ടാ യൂട്യൂബറിന്റെ അവസ്ഥ വീഡിയോ എടുക്കാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് അടിമപ്പണി ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഓരോ വീഡിയോ കണ്ടിട്ടാ. ഇതെന്റെ അമ്മയെങ്ങാനും കണ്ടാണ്ടല്ല ഇന്ന് തള്ളിക്കൊല്ലും വീട്ടിൽ പണിയെടുക്കാത്ത ഞാൻ. പാവത്തിന് കഷ്ടപ്പെടുത്താനായിട്ട് കൊണ്ടുവന്നാണ്. കുറച്ച് വീഡിയോ എടുക്കാറുണ്ടോ വാടാന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. നല്ല കണ്ടന്റ് തരാന്ന് കണ്ട് കൊണ്ടുവന്നിട്ട് ഇതാണ് പണി. ഹിന്ദിക്കാരെ കൊണ്ട് പോലും ഇങ്ങനെ ഇരിക്കരുതട്ടാ. എന്താ പോലും എങ്കിൽ ഞാൻ അവനോട് പറഞ്ഞു, ഈ കക്കയൊന്നും ഇല്ലാണ്ട് കൊണ്ടാ ഈ അവൻ കക്കയെ പാടിയാണ് വാരിക്കൊണ്ട് തന്നെ. അവൻ എന്താണ്ട് എന്നോട് വൈരാഗ്യം കൊണ്ടെന്ന് തോന്നുന്നു. മഴ പൊടിയുണ്ട്. എൻ്റെ വേഗം ഉണ്ടല്ലേ. ഒന്ന് ഒരു കാര്യം നോക്കി, മനുവിൻ്റെ പോലെയാണിത് നോക്കി. മീൻ ചുമലക്കണ്ണകൾ. എടാ ഇങ്ങോട്ട് നോക്കിയേ സുമേഷ് ഏട്ടാ, നോക്കി. നമ്മുടെ ഇന്നത്തെ അല്ലേ വല വീശി കിട്ടിയ കളക്ഷനാണ് ഈ കാണുന്നത്. എന്തായാലും മനോജ് വന്നേക്കില്ല കേട്ടോ. മുതലാളി വിശന്നിട്ടില്ല മുതലാളി എന്നും പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട്. കണ്ടോ, കല്ല് വെച്ചെറിയണ്ട, വേണമെങ്കിൽ മീൻ വെച്ചെറിഞ്ഞൊന്നും പറഞ്ഞാൽ നിൽക്കണം. മീൻ കൊടുക്കട്ടെ. ഇതേ കോക്കാന്തവള ഉണ്ടോ നമ്മുടെ വലയിൽ പറഞ്ഞാൽ അതും കയറിയിട്ടുണ്ടായി. ഇത് നോക്കിയേ, ഇത്രയും കളക്ഷനാണ് നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ പോയിട്ട് കിട്ടിയേക്കണത്. എന്തായാലും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഫിഷിംഗ് വീഡിയോസൊക്കെ ഇനിയും പുറകെ വരാനുണ്ട്. ആ ഫിഷിംഗ് വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർ ഫോളോ ചെയ്തിട്ടൊക്കെ. എന്തായാലും കൊച്ചിയിലെ കായലിലെയും കടലിലെ വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഫോളോ ചെയ്തിട്ടേക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും അല്ലേ. എല്ലാം പറഞ്ഞുതരാം. ബൈ, നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.